നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മൂന്നാറിലെ ഒരു നിഗൂഢ സ്ഥലത്താണ്. എന്നോടൊപ്പം അഡ്വക്കേറ്റ് എ ജയകുമാറുണ്ട്, അദ്ദേഹത്തിൻ്റെ ഫാമിലി, മകൾ എല്ലാവരും ഉണ്ട്. ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം എമ്പുരാൻ സിനിമയാണ്. എമ്പുരാൻ സിനിമ മോശമാണെന്ന് പലരും പറഞ്ഞു. ഞാനത് കണ്ടു. വളരെ മോശം, ഒരു കലാമൂല്യവും ഇല്ലാത്ത സിനിമ. മോഹൻലാലിൻ്റെ പഴയകാല സിനിമകളെല്ലാം കണ്ട് കോൾമയർ കൊണ്ട എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ കാർക്കിച്ച് തുപ്പണമെന്ന് തോന്നി. മോഹൻലാലിനെ അല്ല, ആ സിനിമയെ. പിന്നെ ആ സിനിമയിൽ കലാമൂല്യമില്ല എന്നുള്ളത് ഒരു വാസ്തവം തന്നെ. അതുപോലെ തന്നെ ആ സിനിമയിൽ ഗുജറാത്ത് കലാപത്തെ പറ്റി വളരെ മോശമായി ചിത്രീകരിച്ചിട്ടുണ്ട്. അതും ശരിയായില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. ആരൊക്കെ എൻ്റെ പോസ്റ്റിനടി തെറി പറഞ്ഞാലും ഇതൊരു വാസ്തവമാണ്. ഈ വാസ്തവം മറച്ചു വയ്ക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ഒരു രാജ്യസ്നേഹിയായ ഞാൻ ഇത്തരത്തിലുള്ള ഒരു സിനിമ പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയല്ല. സിനിമ നിരോധിക്കണമെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഇത്തരം പ്രവണത ശരിയല്ല. ചിലരുടെയൊക്കെ കയ്യടി കിട്ടുന്നതിന് വേണ്ടി യഥാർത്ഥ സംഭവങ്ങൾ തിരിച്ചു മറിച്ച് പൊതുജന സമക്ഷത്ത് കാണിക്കുന്നത് വളരെ തെറ്റായ ഒരു നടപടിയാണ്. അതിനെ ഞാൻ ശക്തമായി എതിർക്കുന്നു. ഈ സിനിമ നിങ്ങൾക്ക് കാണാതിരിക്കുകയോ ചെയ്യാം. മത്സരിച്ച് വേണേൽ കാണാം, ഒരു കാര്യവുമില്ല. സിനിമ ഞാൻ കണ്ടില്ല, അതുകൊണ്ട് കാണാതെ അഭിപ്രായം പറഞ്ഞത് ശരിയല്ല എന്ന് പലരും പറഞ്ഞതുകൊണ്ട് ഞാൻ ആ സിനിമ കണ്ടു. ഒരു കലാമൂല്യമില്ലാത്ത സിനിമ, ഒരു കഥയില്ലാത്ത സിനിമ, അർത്ഥമില്ലാത്ത സിനിമ, വെറുതെ കാശുണ്ടാക്കാൻ വേണ്ടി പടച്ചു കൂട്ടിയ സിനിമ. ഇതാണ് എൻ്റെ അഭിപ്രായം. ആർക്ക് വേണേൽ തെറി പറയാം, ആർക്കും എന്തും പറയാം. മോഹൻലാലിന് ഞാൻ എതിരല്ല. മോഹൻലാലിന് ഇപ്പോൾ ആ പഴയ അഭിനയശേഷി ഇല്ല എന്നുള്ളത് വാസ്തവമാണ്. മോഹൻലാൽ എന്നുള്ളത് ഒരു ബിംബം മാത്രമാണ്. മോഹൻലാലിൻ്റെ ആ ബിംബം വെച്ച് കാശുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. മോഹൻലാലിൻ്റെ അഭിനയ ചാതുര്യമൊക്കെ പോയി. ഇപ്പോൾ ആ പഴയ മോഹൻലാലിനെ കാണുന്നതിന് വേണ്ടി നമ്മൾ ആവേശപൂർവ്വം പോവുകയാണ്. അതെല്ലാം തീർത്തും പരാജയമാണ്. മോഹൻലാൽ അഭിനയം തുടരുകയോ തുടരാതിരിക്കുകയോ ചെയ്യാം, അത് അദ്ദേഹത്തിൻ്റെ കാര്യം. പക്ഷേ മോഹൻലാലിൻ്റെ സിനിമ കാണണോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കും, ഞാൻ തീരുമാനിക്കും. മറ്റുള്ളവർ എന്ത് തീരുമാനിച്ചാലും എനിക്ക് പ്രശ്നമല്ല. ഞാൻ ഇനി മോഹൻലാലിൻ്റെ സിനിമ തിയേറ്ററിൽ പോയി കാണില്ല. പുതിയ സിനിമകൾ, പഴയ സിനിമ വീണ്ടും കാണും. കാരണം ആ സിനിമയിലൂടെ ഞാൻ മോഹൻലാലിനെ ഇഷ്ടപ്പെട്ട ആളാണ്. എന്ന് വെച്ച് എനിക്ക് താരാരാധനയൊന്നുമില്ല. താരാരാധന എന്ന് പറയുന്നത് ഒരു അന്ധവിശ്വാസമാണ്. താരങ്ങൾ സംവിധായകൻ്റെയും തിരക്കഥാകൃത്തുക്കളുടെയും കഥയെഴുത്തുകാരൻ്റെയും ഒക്കെ ചാതുര്യം കൊണ്ട് ഉണ്ടായിപ്പോകുന്ന ചില ബിംബങ്ങളാണ്. ഈ താരങ്ങൾക്ക് നമ്മൾ ആരോപിക്കുന്ന തരത്തിലുള്ള യാതൊരു ഗുണഗണങ്ങളുമില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് താരാരാധന എന്നുള്ളത് ഒരു മണ്ടത്തരവും അന്ധവിശ്വാസവും അർത്ഥശൂന്യവുമായ കാര്യമാണ്. ഞാനിപ്പോൾ കാണുന്ന സിനിമകൾ ഫഹദ് ഫാസിലിൻ്റെ സിനിമ കാണും. നല്ല അഭിനയം അറിയാവുന്ന നടനാണ്. ചെമ്പൻ വിനോദ്, ഷാജോൻ്റെ സിനിമ കാണും. അജു വർഗീസിൻ്റെ സിനിമ കാണും. ജോജു ജോർജിൻ്റെ സിനിമ കാണും. ഇത്രയും പേരുടെ സിനിമ, വളരെ രസകരമായ സിനിമ. പിന്നെ ഒരാളെ മറന്നുപോയി, ബിജു മേനോൻ. നല്ല നടന്മാരാണ്. ഇവരൊക്കെ പൊതുധാരയിൽ എത്തേണ്ടവരാണ്, കഴിവുള്ള നടന്മാരാണ്. അവർ വളർന്നു വരട്ടെ, ഈ ബിംബങ്ങളൊക്കെ ഉടയട്ടെ. അതാണ് എൻ്റെ അഭിപ്രായം. നന്ദി, നമസ്കാരം.